മൈ ഡിയർ സ്റ്റുഡൻസ്, ഡോക്ടർ ജെയിംസ് ടൈലർക്കൻ രചിച്ച ലെക്ചേഴ്സ് ഓൺ ഹോമിയോപ്പതിക് മെറ്റീരിയ മെഡിക്ക എന്ന പുസ്തകത്തെ ആധാരമാക്കിയുള്ള ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്കേവർക്കും വീണ്ടും സ്വാഗതം. ഈ പരമ്പരയുടെ 202-ാമത്തെ എപ്പിസോഡിൽ ഫോസ്ഫറസ് എന്ന അധ്യായത്തിൻ്റെ 2-ാം ഭാഗമാണ് നമ്മൾ പരിഗണിക്കുന്നത്. ഈ ഭാഗത്ത് ഫോസ്ഫറസിൻ്റെ വളരെ പ്രധാനപ്പെട്ട ചില മാനസിക ലക്ഷണങ്ങൾ, തലയുമായിട്ട് ബന്ധപ്പെട്ട ലക്ഷണങ്ങൾ, വയറുമായിട്ട് ബന്ധപ്പെട്ട ലക്ഷണങ്ങൾ, വൃക്കരോഗമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന തലവേദനയെ ഇതെങ്ങനെ കവർ ചെയ്യുന്നു എന്നുള്ള കാര്യം, ചൂടിനോടും തണുപ്പിനോടുമുള്ള വയറിൻ്റെ ചില സവിശേഷമായ പ്രതികരണങ്ങൾ, അക്കാര്യത്തിൽ ഫോസ്ഫറസ് വളരെ പ്രധാനപ്പെട്ട ഒരു ഔഷധമാണ്. കുടിക്കുന്ന പാനീയങ്ങളുടെ ആ ടെമ്പറേച്ചറിൽ വരുന്ന മാറ്റം, അതിനോടുള്ള പ്രതികരണം, ചികിത്സയിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഈ കാര്യങ്ങൾ നമുക്ക് വിശദമായിട്ട് മനസ്സിലാക്കാം. ആങ്സൈറ്റി, ഗ്ലൂമി ഫോർബോഡിങ്സ്, ഉത്കണ്ഠ, ഗ്ലൂമി ഫോർബോഡിങ്സ് വെച്ചാൽ മോശമായ എന്തോ സംഭവിക്കാൻ പോകുന്നു എന്നുള്ള ഒരു ദുഃഖാകുലമായ ഒരു ആശങ്ക. പല മരുന്നുകളും അത് കവർ ചെയ്യുന്നുണ്ട്, പല തരത്തിൽ, പല സൂക്ഷ്മാംശങ്ങളിൽ അത് കവർ ചെയ്യുന്നുണ്ട്. ഫോസ്ഫറസിലും അതുണ്ട്. വളരെ ഗ്ലൂമി ആയിരിക്കും, എന്ത് സംഭവിക്കാൻ പോകുന്നു എന്നതിനെക്കുറിച്ച് ആശങ്കപ്പെട്ട് ആകെ വിഷാദത്തിൽ ആണ്ട് ഇരിക്കുന്നൊരവസ്ഥ. ഫിയർ ദാറ്റ് സംതിങ് വിൽ ഹാപ്പൻ, ആങ്ഷ്യസ് അറ്റ് ട്വലൈറ്റ്, പുലർക്കാലത്ത് പ്രഭാതം ഇങ്ങനാട് ഉണർന്നു വരുന്ന സമയത്ത് ഉള്ളൊരു ഉത്കണ്ഠയുടേതായിട്ടുള്ളൊരു അനുഭവം. ആങ്ഷ്യസ് വെൻ അലോൺ, ഒറ്റയ്ക്കായിരിക്കുമ്പോൾ ഉത്കണ്ഠ. അപ്രഹെൻസീവ്നെസ്, എന്തൊക്കെയോ ഭയങ്ങൾ, ഭീതി. അപ്രഹെൻസീവ് ഡ്യൂറിങ് തണ്ടർസ്റ്റോം, തണ്ടർസ്റ്റോമിൻ്റെ സമയത്ത്, ഇടിയും മിന്നലും മഴയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് വല്ലാത്ത ഭയം. വിച്ച് ബ്രിങ്സ് ഓൺ മെനി കംപ്ലൈൻറ്റ്സ്. അപ്പോൾ ഈ തണ്ടർസ്റ്റോം പല പല പ്രശ്നങ്ങൾ ആളുകളിലുണ്ടാക്കും. തണ്ടർസ്റ്റോം കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഇത് വായിച്ചപ്പോൾ ഒരു പഴയൊരു സംഭവം ഓർമ്മ വരികയാണ്. ഞാൻ MSc കഴിഞ്ഞ് റിസൾട്ട് കാത്തിരിക്കുന്ന സമയത്ത് തിരുവനന്തപുരത്ത് ഈ പൈലറ്റുമാരെ പരിശീലിപ്പിക്കുന്ന ഫ്ലൈയിങ് ക്ലബ്ബിൽ ഒരു ലീവ് വേക്കൻസിയിൽ ഒരു 3 മാസം ഞാൻ പോയിരുന്നു. ഏവിയേഷൻ മീറ്റിയറോളജി എന്ന് പറയുന്നൊരു വിഷയമുണ്ട്. വ്യോമ ഗതാഗതവുമായിട്ട് ബന്ധപ്പെട്ട കാലാവസ്ഥ വിഷയം, അതാണത്. അപ്പോൾ അതിൽ പ്രധാനമായിട്ടും വരുന്നത് ഈ തണ്ടർസ്റ്റോംസ്, ഇടിയും മിന്നലും ഉണ്ടാകുമ്പോൾ, പ്രക്ഷുബ്ധമായ ചുഴലിക്കാറ്റുകളൊക്കെ ഉണ്ടാകുമ്പോൾ, അതിലൂടെ വിമാനം ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ ആ ഒരു അന്തരീക്ഷ സ്ഥിതിയെക്കുറിച്ച് വൈമാനികർ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. പിന്നെ കാഴ്ച, വിസിബിലിറ്റി, വിമാനം ടേക്ക് ഓഫ് ചെയ്യുമ്പോഴും ഇറങ്ങുമ്പോഴും അതിൻ്റെ കാഴ്ച, അന്തരീക്ഷ മർദ്ദം, അങ്ങനെയൊക്കെ വിമാനത്തിൻ്റെ ഉയരം കണ്ടെത്താനുള്ള പഴയ പരമ്പരാഗത രീതി, അതൊക്കെയാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ ഈ തണ്ടർസ്റ്റോംസിനെ കുറിച്ച് ഞാനിങ്ങനെ തിയറി ക്ലാസ്സിൽ ഇങ്ങനെ വിശദീകരിച്ചുകൊണ്ടിരിക്കുമ്പോൾ, എന്താണ് ഒരു തണ്ടർസ്റ്റോമിൽ സംഭവിക്കുന്നത്, ആ ഒരു ക്യുമുലോനിംബസ് ക്ലൗഡ് ഉണ്ടാകുന്നത് എങ്ങനെ, അതിൽ ഇലക്ട്രിസിറ്റി ഫോം ചെയ്യുന്നത് എങ്ങനെ, അതിൻ്റെ ഡിസ്ചാർജ്, അതിൻ്റെ ഇൻറ്റൻസിറ്റി, കറണ്ട്, അതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു കുട്ടി ഇങ്ങനെ അസ്വസ്ഥനായിട്ടിരിക്കുന്നത് ഞാൻ ഇങ്ങനെ ശ്രദ്ധിച്ചു. അപ്പോൾ ക്ലാസ് കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ എന്തെങ്കിലും സംശയങ്ങളുണ്ടോ ചോദിക്കുന്നുണ്ട്. ഈ കുട്ടിയോട് ഞാൻ എന്താണെന്ന് ഞാൻ ചോദിച്ചോ പറഞ്ഞത്, ഈ തണ്ടർസ്റ്റോം എന്ന് കേൾക്കുമ്പോൾ തന്നെ ആൾക്ക് ഭയങ്കര പ്രയാസമാണ്. ചെറുപ്പത്തിൽ അത് വല്ലാതെ ഉണ്ടായിരുന്നു, വല്ലാത്ത പ്രശ്നങ്ങളുണ്ടാകുമായിരുന്നു. ഒരു തണ്ടർസ്റ്റോം വരുമ്പോൾ ആൾക്ക് കക്കൂസിൽ പോകണമെന്ന് തോന്നും, വയറ്റിൽ നിന്ന് പോകണമെന്ന് തോന്നും, അതൊരു ഡയറിയായിട്ട് മാറും. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ, ആശങ്ക, വല്ലാത്തൊരു ആശങ്ക. പക്ഷെ അത് ഫോസ്ഫറസ് പേഷ്യൻ്റ് ആയിരുന്നില്ല. ഞാൻ പിന്നീട് ആ കുട്ടിയുടെ കേസൊന്നും ഇങ്ങനെ എടുത്ത് നോക്കി, ഫോസ്ഫറസ് അല്ലത്. പിന്നെ തിരുവനന്തപുരത്തായിരുന്നു. എനിക്കന്ന് തിരുവനന്തപുരത്ത് ഹോമിയോപാത്തിയൊന്നും പരിചയമില്ലായിരുന്നതുകൊണ്ട് ആരെയും ഏൽപ്പിക്കാൻ പറ്റിയില്ല. പക്ഷെങ്കിലും ആ കുട്ടി സ്വയം ആ വിൽ പവർ കൊണ്ട് കുറേ അതിനെ മറികടന്ന് ഒരു പൈലറ്റാകാനുള്ള ശ്രമത്തിലായിരുന്നു. ഇപ്പം എന്തായി എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ 3 മാസമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം അങ്ങനെയുള്ള ആളുകളുണ്ടെന്നർത്ഥം. അപ്പോൾ എനിക്ക് തോന്നുന്നു അതിൽ ഇലക്ട്രിസിറ്റിയാണ് ഇതിൽ പ്രശ്നം തോന്നുന്നു. ഫോസ്ഫറസ് ഇലക്ട്രിസിറ്റിയുമായിട്ട് വളരെ
സെൻസിറ്റീവായിട്ടുള്ളൊരു പേഷ്യൻ്റാണ്. തണ്ടർസ്റ്റോംസ് ഉണ്ടാകുന്ന കംപ്ലയിൻസിനെ കുറിച്ചാണ് പറയുന്നത്. പാൽപിറ്റേഷൻ, ഡയറിയ ആൻഡ് ട്രംബ്ലിങ്, വിറയൽ, വയറിളക്കം, നെഞ്ച് ഇടിപ്പ് കൂടുതൽ. ഈ ഞാൻ പറയുന്ന ആൾക്ക് വയറിളക്കമായിരുന്നു വരുന്നത്, പക്ഷെ അത് കൂടുതൽ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും അത് ഫോസ്ഫറസ് കേസ് ആയിരുന്നില്ലത്. ട്രംബ്ലിങ് ഓഫ് ദ വോൾ ബോഡി, ശരീരം മുഴുവൻ ഇങ്ങനെ വിറയ്ക്കൽ, ഇങ്ങനെ ആടൽ ഒക്കെ ഉണ്ടാവും. അറ്റാക്സ് ഓഫ് ഇൻഡൈജഷൻ ഫ്രം ഫിയർ, ഭയം കൊണ്ട് ദഹനകേടുണ്ടാകുന്നു. നമുക്കറിയാം മനസ്സും വയറുമായിട്ട് വളരെ അടുത്ത ബന്ധമുള്ളത്. ഞാൻ നേരത്തെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. കെൻറ്റിൻ്റെ ഒരു ലേഖനമുണ്ട്, അത് കറസ്പോണ്ടൻസ് ഓഫ് ഓർഗൻസ് അതിനെ കുറിച്ചുള്ള. അതിൽ വയറും മനസ്സും ശ്വാസകോശവും മനസ്സും ഒക്കെ ആയിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് പറയാം. ഇവിടെ ഭയം വരുമ്പോൾ വയറിനെ ബാധിക്കുന്നു, അത് ഇൻഡൈജസ്റ്റ് ഉണ്ടാക്കുന്നു. ഫോസ്ഫറസ് പേഷ്യൻറ്റിൽ അത് ദഹനകേടുണ്ടാക്കുന്നു. ഫിയർ ഇൻ ദ ഈവനിങ്, ഫിയർ ഓഫ് ഡെത്ത്. നേരത്തെ ട്വിലൈറ്റിൽ പറഞ്ഞു പുലർച്ചെ, ഇത് സായാഹ്നത്തിൽ മരണഭയം. ഫിയർ ഓഫ് സ്ട്രേഞ്ച് ഓൾഡ് ഫേസസ് ലുക്കിംഗ് അറ്റ് യു ഫ്രം എവരി കോർണർ. ഓരോ മുക്കിലും മൂലയിൽ നിന്നും അപരിചിതമായ മുഖങ്ങൾ തന്നെ ഇങ്ങനെ തുറച്ചു നോക്കുന്നതായിട്ടുള്ള തോന്നൽ. ഫുൾ ഓഫ് സ്ട്രേഞ്ച് ഇൻസൈൻ ഇമാജിനേഷൻസ്. ഉണ്ടോ, ആ മാനസിക പ്രശ്നങ്ങൾ ഇൻസാനിറ്റിയിലേക്കാണ് പോകുന്നത്. ഇൻസൈൻ ഇമാജിനേഷൻ, ഭ്രാന്തമായ മനസ്സിൻ്റെ സമനില തെറ്റിയാണെന്ന ഒന്നിനോടുള്ള സങ്കല്പങ്ങൾ, അപരിചിതമായ സങ്കല്പങ്ങൾ. ഓൺ ദ ബോർഡർ ലാൻഡ് ഓഫ് ഇൻസാനിറ്റി, മനോഭ്രാന്തിയുടെ അതിർത്തിയിലാണ് എത്തുന്നത്. ഒന്ന് കയ്യാലപ്പുറത്ത് തേങ്ങ എന്ന് പറയുന്ന പോലെ ഒന്ന് മറിഞ്ഞാൽ അപ്പുറത്തേക്ക്. ഇന്നബിലിറ്റി ടു സസ്റ്റെയിൻ എ മെൻ്റൽ എഫേർട്ട്, ഇത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരു മാനസികമായൊരു അധ്വാനം നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ള കഴിവില്ലായ്മ. ഫിയർ ഓഫ് അപ്പോപ്ലക്സി, ബോധം നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള തരത്തിലുള്ള ഒരു ഭയം, തൻ്റെ സുബോധം നഷ്ടപ്പെട്ടു പോകുമോ, ഒരു ഭ്രാന്തനല്ല ഭ്രാന്തിയായി മാറുമോ എന്നൊരു ഭയം. റിഫ്ലക്റ്റിംഗ് ബ്രിങ്സ് ഓൺ ഹെഡ് ഏക്ക് ആൻഡ് ഡിഫിക്കൽട്ട് ബ്രീത്തിങ് അസോസിയേറ്റ് വിത്ത് അപ്രഹെൻസീവ്നെസ് ഓർ സിങ്കിങ് അറ്റ് ദ പിറ്റ് ഓഫ് ദ സ്റ്റൊമക്ക്. എന്തൊരു കാര്യത്തെക്കുറിച്ച് ഇങ്ങനെ വിചിന്തനം ചെയ്യൽ, അതിൽ ശ്രദ്ധിക്കൽ, അതിനെക്കുറിച്ച് ഇങ്ങനെ മനസ്സ് പ്രയത്നിക്കൽ ചെയ്യുമ്പോൾ അതുകൊണ്ട് തലവേദന ഉണ്ടാകും. തലവേദന മാത്രമല്ല, ഡിഫിക്കൽട്ട് ബ്രീത്തിങ്, ശ്വസിക്കാൻ പ്രയാസം, അസോസിയേറ്റ് വിത്ത് അപ്രഹെൻസീവ്നെസ്, ആ ഭയമായിട്ട് ബന്ധപ്പെട്ട് ശ്വാസം മുട്ടലിൻ്റെ ഒരു അനുഭവം. ഓർ അല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത്, സിങ്കിങ് അറ്റ് ദ പിറ്റ് ഓഫ് ദ സ്റ്റൊമക്ക്, വയറിൻ്റെ കീഴ്വയറ്റിൽ ഇങ്ങനെ അങ്ങോട്ട് സിങ്കിങ് സെൻസേഷൻ. ഹിസ് ഫിയർ സീംസ് ടു ബിഗിൻ അറ്റ് ദ പിറ്റ് ഓഫ് ദ സ്റ്റൊമക്ക്. ഭയവും വയറുമായിട്ടാണ് ബന്ധം വരുന്നത്. അടിവയറ്റിൽ നിന്നുമാണ് ഈ ഭയം അയാൾ ഉയർന്നു വരുന്നതായിട്ട് തോന്നുന്നത്. അപ്പോൾ ഭയം വരുമ്പോൾ വയറ് കാളൽ പലരും ഉണ്ടാകുന്നതാണ്. അതൊരു കുറേ ആളുകളുണ്ടാകുന്നൊരു പ്രശ്നമാണത്. അതിനൊക്കെ അറിയുന്ന ധാരാളം മരുന്നുകളുണ്ട്. ഭയം വരുമ്പോൾ നെഞ്ചിടിപ്പ് കൂടുതലും മറ്റൊന്നാണ്. ചിലർ രണ്ടും വെവ്വേറെ വരാം, രണ്ടും ഒരുമിച്ചും വരാം. അപ്പാത്തി ഓർ ഇൻഡിഫറൻറ്റ് ടു ഹിസ് ഫ്രണ്ട്സ് ആൻഡ് സറൗണ്ടിങ്സ്. ഒരു അപ്പാത്തിയായ ഇൻഡിഫറൻസ് ആയാലും ശരി, ഒന്നിനോടൊരു പരിഗണനയില്ലാത്ത ഒരു ഉദാസീന മനോഭാവം. ഇപ്പോൾ നമ്മൾ സുഹൃത്തുക്കളോ ബന്ധുക്കളോടോ നമ്മുടെ അയൽക്കാരോടോ ഒക്കെ സാധാരണഗതിയിൽ നമുക്കൊരു കാര്യം കണ്ടാൽ എന്താണെന്ന് ചോദിക്കും. ഇതൊരു സഹജമായൊരു മാനുഷിക വികാരമാണ്. ആ സഹജമായ മനുഷ്യൻ്റെ ആ ഒരു വികാരം അല്ലെങ്കിൽ വാസന ഇല്ലാതായി പോകുന്നു. ഒരു പരിഗണന ഇല്ലാത്തൊരവസ്ഥ. ഇൻഡിഫറൻറ്റ് ഹിസ് ഫ്രണ്ട്സ് ആൻഡ് സറൗണ്ടിങ്സ്. തൻ്റെ പരിസരങ്ങളോടും സുഹൃത്തുക്കളോടും ഒരു പരിഗണനയില്ലാത്ത ഒരു അവസ്ഥ. ഇൻഡിഫറൻറ്റ് ടു ഹിസ് ചിൽഡ്രൻ, കുട്ടികളോട് പോലും ആ ഒരു, ഇവിടെ ഹിസ് എന്നാണ് പറയുന്നത്. ചില മരുന്നുകളിൽ ഹെയർ വരും. സ്ത്രീകളെ കൂടുതൽ ബാധിക്കുന്ന റെമഡീസിൽ നമ്മൾ സെപ്പിയാലും മറ്റോ കണ്ട പോലെ ഇവിടെ പുരുഷന്മാരെയാണ് കൂടുതൽ ബാധിക്കുന്നത്. അതുകൊണ്ടാണ് ഹിസ് ചിൽഡ്രൻ എന്ന് പറയുന്നത്. കുട്ടികളോടും ആ ഒരു പരിഗണനയില്ലാത്തൊരവസ്ഥ. നമ്മളിപ്പോൾ ചില കുറ്റകൃത്യങ്ങൾ കാണാറില്ലേ, സ്വന്തം അച്ഛൻ കുട്ടികളെ ഉപദ്രവിച്ചു, ഉപേക്ഷിച്ചു, കളഞ്ഞു, വലിച്ചെറിഞ്ഞു എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ലക്ഷണങ്ങളാണ്. നമുക്കങ്ങനെ പലപ്പോഴും പല ക്രൈംസിൻ്റെയും പല കുറ്റകൃത്യങ്ങളുടെയും പിന്നിലുള്ളത് മാനസിക രോഗാവസ്ഥകളാണ്. അത് നമുക്ക് ഹീൽ ചെയ്യാവുന്ന കാര്യങ്ങളാണ് അതൊക്കെ. ഞാൻ പണ്ട് ഈ ഒരു ചിന്ത പണ്ട് മുതലേ ഉണ്ട്. എൻ്റെ ഒരു സുഹൃത്ത് ഞാൻ പറഞ്ഞു, എനിക്ക്
ഓർഗൻ കിട്ടാൻ കാരണമായ ആ ഒരു സുഹൃത്ത്, ആ സുഹൃത്തിന് വേണ്ടി ഒരു പുസ്തകം അന്വേഷിച്ച് കഴിഞ്ഞപ്പോഴാണ് ഓർഗൻ ഡേ കിട്ടിയത്. സാനു, അദ്ദേഹം ബയോളജി ആയിരുന്നു ഇതിൻ്റെ വിഷയം. ഞങ്ങൾ ഈ വിഷയം എപ്പോഴും സംസാരിക്കുമായിരുന്നു, ഈ കുറ്റകൃത്യങ്ങളും ഈ രോഗാവസ്ഥയും. ഞാൻ ഈ ഹോമിയോപ്പതി വായിച്ചു തുടങ്ങിയപ്പോൾ പല കാര്യങ്ങളും ഇങ്ങനെ എടുത്ത് ഞങ്ങൾ സംസാരിക്കും. ഇപ്പോൾ കുറ്റവാളികളെ അവർ സമൂഹത്തിൻ്റെ സംരക്ഷയ്ക്കായിട്ട് അവരെ ഡിറ്റൈൻ ചെയ്യണം, അവരെ തടവിൽ പാർപ്പിക്കേണ്ടി വരും. അതേസമയം അവർക്ക് കറക്ഷൻ്റെ ഭാഗമായിട്ട് അവർക്ക് ട്രീറ്റ്മെൻറ്റ് വേണം. അത് ഹോമിയോപ്പതി ട്രീറ്റ്മെൻറ്റ്, കൗൺസിലിംഗ് എന്ന രീതിയിലൊക്കെ പോകുന്നുണ്ട്, പക്ഷേ ഹോമിയോപ്പതി ട്രീറ്റ്മെൻറ്റാണ് അത് വേണ്ടത്. അതെനിക്ക് ഒരാളോട് പറയാനൊരു അവസരം കിട്ടി. 2008, 2009, 2010 ആ ഒരു കാലയളവിൽ ഞാൻ ജോലി ചെയ്തിരുന്ന പ്രസിദ്ധീകരണ സ്ഥാപനത്തിൻ്റെ വിഷ്വൽ മീഡിയ വിഭാഗത്തിൽ TV ചാനലുണ്ടായിരുന്നു. അതിൽ ടോക്സ് കൊടുക്കാൻ വേണ്ടിയിട്ട് ജയിൽ DGP ആയിരുന്ന അലക്സാണ്ടർ ജേക്കബ് സാർ വരുമായിരുന്നു. അദ്ദേഹം വലിയ പണ്ഡിതനാണ്, സൈക്കോളജിയിലൊക്കെ വലിയ പാണ്ഡിത്യമുള്ള ആളാണ്. അദ്ദേഹം ഇന്ന് കാണുന്ന ജയിൽ പരിഷ്കരണങ്ങൾ, ജയിലിൽ ചപ്പാത്തി നിർമ്മാണം, അതൊക്കെ തുടങ്ങിയ അദ്ദേഹത്തിൻ്റെ കാലത്ത് വളരെ ക്രിയേറ്റീവായിരുന്നൊരു മനുഷ്യരായിരുന്നു. അപ്പം അദ്ദേഹത്തിന് ഞാൻ പരിചയപ്പെട്ട് പലപ്പോഴും അദ്ദേഹത്തിനോട് യാത്രയൊക്കെ ചെയ്തു തന്നിരുന്നു. അദ്ദേഹത്തിനോട് ഞാൻ ഇത് പറഞ്ഞു, വിഷയം പറഞ്ഞു. അദ്ദേഹം ഇത് വായിക്കാം, പഠിക്കാമെന്നൊക്കെ പറഞ്ഞു. ഞാൻ അദ്ദേഹത്തിന് കുറച്ച് പുസ്തകങ്ങളൊക്കെ സജസ്റ്റ് ചെയ്യുകയും ചെയ്തു. പക്ഷെ അന്ന് ആൾ വേറെ ചില വിഷയങ്ങളിലെ തിരക്കിലായതുകൊണ്ട് അവർക്ക് ശ്രദ്ധിക്കാൻ പറ്റിയില്ല. അദ്ദേഹം സർവീസിൽ നിന്ന് പുറത്തേക്ക് പോരുന്ന സമയം വരെ ഞാനത് ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്നു, പക്ഷെ അത് സാധിച്ചില്ല. വാസ്തവത്തിൽ അത് ചെയ്തു കഴിഞ്ഞാൽ വളരെയധികം ഗുണം ചെയ്യും. എത്രയോ തടവുകാർ, കുട്ടികളെ വലിച്ച് കൊന്ന അമ്മമാർ, അച്ഛന്മാരൊക്കെ ഉണ്ട്. അവരൊക്കെ ശരിക്കും കേസെടുത്തു കഴിഞ്ഞാൽ ഇതേപോലുള്ള പല ഔഷധങ്ങൾ നമുക്ക് കൊടുക്കാൻ പറ്റും. അവരെ പൂർണ്ണ ആരോഗ്യത്തിലേക്കും നല്ലൊരു സാമൂഹ്യ ജീവിതത്തിലേക്കും അവരെ കൊണ്ടുവരാൻ പറ്റും. ആൻസേഴ്സ് നോ ക്വസ്റ്റ്യൻസ്, ടേക്സ് നോ നോട്ടീസ് ഓഫ് ഹിസ് ഫാമിലി ആൻഡ് തിങ്സ് അബൌട്ട് ഹിം. അപ്പോൾ ചോദ്യം ചോദിച്ചാലും മറുപടി പറയില്ല, കുടുംബത്തെ ശ്രദ്ധിക്കില്ല, തന്നെക്കുറിച്ച് തന്നെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുകയില്ല. മറ്റൊന്ന്, ആൻസേഴ്സ് സ്ലോലി, ഇതിന് ചോദിച്ച മറുപടി പറയുന്നത് വളരെ സാവകാശമായിരിക്കും. തിങ്സ് സ്ലഗ്ഗിഷ്ലി, വളരെ മന്ദീഭവിച്ച ചിന്ത. സീംസ് ഡേയ്സ്ഡ് ഓർ എ സ്റ്റൂപ്പർ, ആകെ മന്ദീഭവിച്ചൊരവസ്ഥ. സ്റ്റൂപ്പർ, ഒരു മാന്യത്തിലായിരിക്കുന്നൊരവസ്ഥ. എവറിത്തിങ് ലുക്സ് ഡാർക്ക്, ഹീസ് വിയറി ഓഫ് ലൈഫ്, ഗ്ലൂമി ആൻഡ് സേസ് നത്തിങ്. അപ്പോൾ അയാളുടെ കാഴ്ചപ്പാടിൽ എല്ലാം ലോകത്തിൻ്റെ പ്രകാശം കെട്ടുപോയി, ലോകം ഇരുളടഞ്ഞതായി, എല്ലാ കാര്യങ്ങളും വളരെ ശോകമൂകമായി തോന്നുന്നു. വിയറി ഓഫ് ലൈഫ്, ജീവിതത്തോട് തന്നെ വിരക്തി വരുന്നു, ആശങ്ക തോന്നുന്നു. ഗ്ലൂമി ആൻഡ് സേസ് നത്തിങ്, ഒന്നും പറയുന്നില്ല, ഒന്നും മനസ്സിൽ ഉന്മേഷമില്ല. ഡിജക്റ്റഡ്, ആകെ നിരാശപ്പെട്ട്, എല്ലാവരാലും ത്യജിക്കപ്പെട്ടു, എല്ലാവരാലും തള്ളപ്പെട്ടു പോയി എന്നുള്ള ചിന്ത. എ മോസ്റ്റ് മാർക്ക് കേസ് ഓഫ് ഹൈപ്പോകോൺട്രിയാസിസ്. ഹൈപ്പോകോൺട്രിയാസിസ് അറിയാം, ആശങ്ക ഒരു രോഗമായിട്ട് വരുന്നൊരവസ്ഥ. അതിൻ്റെ ഒരു ശ്രദ്ധേയമായൊരവസ്ഥയാണ് ഒരു ഡിജക്റ്റഡ് ഫീലിംഗ്. എല്ലാവരും ഇപ്പോൾ ഈ പ്രണയത്തിലൊക്കെ വീണുപോയി അതിൻ്റെ തകർച്ചയിലൊക്കെ പെട്ട് കിടക്കുന്ന ആളുകളുടെ അവസ്ഥ ഇതാണ്. അങ്ങനെയുള്ള 1-2 കേസുകൾ എനിക്ക് വിജയകരമായിട്ട് ഹോമിയോപ്പതി ട്രീറ്റ്മെൻറ്റിലേക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. കോഴിക്കോടുണ്ടായിരുന്ന മരിച്ചുപോയ ഡോക്ടർ സുമേഷിൻ്റെ അടുത്ത് ഞാൻ 2 കേസുകൾ അങ്ങനെ പ്രണയ നൈരാശ്യത്തിൽപ്പെട്ട് അല്ലാതെ ഈ ഡിജക്റ്റഡ് കണ്ടീഷൻ ഇരിക്കുന്നവർ. ഒത്തിരി മരുന്നുകൾ, ഒത്തിരി ബയോകെമിക്സ് ഒക്കെ അതിന് ഉപകരിക്കും. വീപ്പിംഗ്, സാഡ്, ഹിസ്റ്റീരിക്കൽ വിൽ അൺകവർ ദ ബോഡി ആൻഡ് എക്സ്പോസസ് പേഴ്സൺ. അപ്പോൾ എപ്പോഴും ഇങ്ങനെ സങ്കടപ്പെട്ട് മോങ്ങിക്കൊണ്ടിരിക്കുന്നു, വിതുമ്പിക്കരഞ്ഞുകൊണ്ടിരിക്കുന്നു, ദുഃഖിതനായിരിക്കുന്നു, ഹിസ്റ്റീരിക്കലാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, വിൽ അൺകവർ ദ ബോഡി ആൻഡ് എക്സ്പോസസ് പേഴ്സൺ. നഗ്നതാ പ്രദർശനം നടത്തുന്നു, എക്സിബിഷനിസം എന്നൊക്കെ പറയില്ലേ. ഇതും മനോവിഭ്രാന്തിയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രകടനമാണ്. ഞങ്ങളുടെ നാട്ടിൽ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു, എൻ്റെ ഒരു സുഹൃത്തിൻ്റെ അമ്മയാണ്. അവരുടെ അവസാനത്തെ പ്രസവം എന്നെക്കാളൊരു 2 വയസ്സ് മൂപ്പുള്ളതാണ് ഏറ്റവും ഇളയ കുട്ടി. ആ പ്രസവത്തിന് ശേഷം വന്ന ഒരു പ്രശ്നമായിരുന്നു, അവർ വസ്ത്രം ധരിക്കില്ല. അതുകൊണ്ട് അവരെ പുറത്തിറക്കാതെ മുറിയിൽ പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു. ഞാനൊക്കെ ഒരു ഹൈസ്കൂളിലോ മറ്റോ പഠിക്കുമ്പോഴാണ് അവർക്കൊരു രോഗശാന്തി ഉണ്ടായത്. വയലൻറ്റ് ലൊക്കേഷ്യസ് ഡെലിറിയം. ഇനി ഇതിൻ്റെ മറ്റൊരു എക്സ്ട്രീമാണ്, വല്ലാതെ വയലൻ്റ് ആകുന്നു, അക്രമോത്സുകനാകുന്നു, അമിത ഭാഷണം,
ഡെലിറിയം. ഡെലിറിയം ഓഫ് ലോ ഫോംസ് ഓഫ് ഫീവർ, പനിയുടെ മോശമായിട്ടുള്ള അവസ്ഥയിലുണ്ടാകുന്ന ഡെലിറിയം. ഓർ ഡെലിറിയം ഓഫ് മാനിയ പൊട്ടു, സെക്ഷുവാലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട ഡെലിറിയം. മാനിയാക്കൽ അറ്റാക്സ് കം ഓൺ ഡ്യൂറിങ് സ്ലീപ്പ് വിത്ത് ഫ്യൂറി ആൻഡ് എക്സ്ട്രീം വയലൻസ്. ഉറക്കത്തിൻ്റെ സമയത്ത് ഭ്രാന്തമായ ഉത്തേജിതാവസ്ഥകൾ വരുന്നു, വല്ലാത്ത ഒരു രോഷത്തിൻ്റെ അവസ്ഥ വരുന്നു, അക്രമോത്സുകത വരുന്നു. സോ ദാറ്റ് നോ വൺ ഡെയേഴ്സ് അപ്രോച്ചിങ്, മറ്റാർക്കും ഈ വ്യക്തിയെ സമീപിക്കാൻ പോലും പറ്റാത്ത തരത്തിലുള്ള ഒരവസ്ഥ വരുന്നു. ആൻഡ് ദിസ് പ്രോഗ്രസ് ടു ഇംബെസിലിറ്റി, സിലിനെസ്, വീക്ക് ബ്രെയിൻ, ഇഡിയോസിറ്റി. ആൻഡ് ഈ അവസ്ഥ മുന്നോട്ട് പോയിട്ട് ഇതിന് മറ്റൊരു എക്സ്ട്രീമിലേക്ക് പോകുന്നു. ഇംബെസിലൊരു മാന്യത്തിൻ്റെ അവസ്ഥയിൽ, ഒരു സില്ലിനെസ്, നിസ്സാര കാര്യങ്ങൾ ചെയ്യുകയും പറയുകയും ചെയ്യുന്നൊരവസ്ഥ, ക്ഷീണിതാവസ്ഥ, തലച്ചോറിൻ്റെ ക്ഷീണിതാവസ്ഥ, ഒരു മാന്യാവസ്ഥയിലേക്ക് പോകുന്നു. ബ്രെയിൻ ഫാഗ് ഫ്രം മെൻ്റൽ ഓവർ വർക്ക് ആൻഡ് കോൺസ്റ്റൻറ്റ് സ്ട്രെയിൻ ഓഫ് ഐസ്, അമിതമായ ജോലി കൊണ്ടും കണ്ണിൻ്റെ അമിതമായ പ്രയത്നം കൊണ്ടും സ്ട്രെയിൻ കൊണ്ടും, സ്ഥിരമായിട്ടുള്ള പ്രയത്നം, അത് വായന, നീണ്ടു നിൽക്കുന്ന വായന, കാഴ്ചയുമായിട്ട് ബന്ധപ്പെട്ട ജോലി എന്നിവ കൊണ്ടുണ്ടാകുന്ന ബ്രെയിൻ ഫാഗ്. വെർട്ടിഗോ ഈസ് എ വെരി കോമൺ സിംറ്റം ത്രൂ ഔട്ട് ഓൾ ദ സിംറ്റംസ് ഓഫ് ഫോസ്ഫറസ്. ഫോസ്ഫറസിൽ എല്ലാ ലക്ഷണങ്ങളിലും അന്തർലീനമായിരിക്കുന്ന ഒരു അവസ്ഥയാണ് തലകറക്കം. സ്റ്റാഗറിങ് വൈൽ വാക്കിംഗ് ആസ് ഇഫ് ഇൻടോക്സിക്കേറ്റഡ്, ലഹരി പിടിച്ചാലെന്ന പോലെ നടക്കുമ്പോൾ ഇങ്ങനെ ആടിയുലയിൽ കണ്ടാൽ മദ്യപാനിയാണെന്ന് തോന്നും. വെർട്ടിഗോ വെൻ ഇൻ ദ ഓപ്പൺ എയർ, തുറന്ന വായുവിൽ തലകറക്കം. വെർട്ടിഗോ ആഫ്റ്റർ ഈറ്റിംഗ്, ആഹാരം കഴിച്ച ശേഷം തലകറക്കം. വെർട്ടിഗോ ഇൻ ദ ഈവനിങ്, സായാഹ്നത്തിൽ, രാത്രി സമയത്ത് തലകറക്കം. ഹെവിനെസ് ആൻഡ് കൺഫ്യൂഷൻ ഇൻ ദ ഹെഡ് ആൻഡ് തിങ്സ് ഗോ അറൗണ്ട്, തലയിൽ ഭാരം, ഒരാശയക്കുഴപ്പം, എല്ലാം ഇങ്ങനെ കുഴഞ്ഞു മറിഞ്ഞിങ്ങനെ വട്ടം ചുറ്റുന്ന പോലെ, വെർട്ടിഗോയുടെ തന്നെ ഒരു വകഭേദം. ഗ്രേറ്റ് വീക്ക്നെസ് ഓഫ് ദ ഹെഡ്, തലയിൽ വല്ലാത്ത ക്ഷീണം. ഓൾ ഓഫ് ദീസ് മെൻ്റൽ സിംറ്റംസ് ആർ വേഴ്സ് ഫ്രം മെൻ്റൽ എക്സേർഷൻ. എല്ലാ പ്രശ്നങ്ങളും, മാനസിക പ്രശ്നങ്ങളും മാനസികമായ അധ്വാനം കൊണ്ട് വർദ്ധിക്കും. അഗ്രവേറ്റ് ഫ്രം നോയ്സ്, ശബ്ദം കൊണ്ടും വർദ്ധിക്കും. ഓൾ സിംറ്റംസ് ആർ വേഴ്സ് ഇൻ ദ ഡാർക്ക്, ഇരുട്ടിൽ എല്ലാ ലക്ഷണങ്ങളും മോശമാകുന്നു. വേഴ്സ് ഫ്രം വെൻ എലോൺ, തനിയെ ആയിരിക്കുമ്പോൾ വർദ്ധിക്കുന്നു. സംടൈംസ് വേഴ്സ് ഫ്രം മ്യൂസിക്, ചിലപ്പോൾ സംഗീതം കേട്ടാലും സ്ഥിതി മോശമാകും. വേഴ്സ് ഫ്രം എക്സൈറ്റ്മെൻറ്റ്, ഉത്തേജനം കൊണ്ട്. വേഴ്സ് ഫ്രം പ്ലേയിങ് ദ പിയാനോ, ഒരു സംഗീതോപകരണം വായിക്കുന്നത് കൊണ്ട് ഒക്കെ സ്ഥിതി മോശമാകുന്നു. ദ ഹെഡ് ഏക്സ് ഓഫ് ഫോസ്ഫറസ് ആർ കൺജസ്റ്റീവ് ആൻഡ് ത്രോബിങ്, ആകെ നിറഞ്ഞിങ്ങനെ വിങ്ങുന്ന പോലത്തെ ഒരു തരത്തിലുള്ള തലവേദനയാണ് ഫോസ്ഫറസിൻ്റെത്. ദ ബ്ലഡ് മൗണ്ട്സ് ടു ഹെഡ്, തലയിലേക്ക് രക്തം ഇരച്ചു കയറുന്നു. ദ ഹെഡ് ഏക്സ് ആർ അമീലറേറ്റ് ഫ്രം കോൾഡ് ആൻഡ് വേഴ്സ് ഫ്രം ഹീറ്റ്. അപ്പോൾ അതിൻ്റെ ടെമ്പറേച്ചർ മൊഡാലിറ്റി, തലവേദനകൾ തണുപ്പ് കൊണ്ട് ശമിക്കുന്നു, ചൂട് കൊണ്ട് വർദ്ധിക്കുന്നു. വേഴ്സ് ഫ്രം മോഷൻ, ചലനം കൊണ്ട് മോശമാകുന്നു. ആൻഡ് ബെറ്റർ ഫ്രം റെസ്റ്റ്, വിശ്രമിക്കുമ്പോൾ തലവേദന കുറയുന്നു. വേഴ്സ് ലൈയിങ് ഡൗൺ, ഇനി കിടക്കുകയാണെങ്കിലോ തലവേദന കൂടുകയാണ് ചെയ്യുന്നത്. വിശ്രമം കിടപ്പിലേക്ക് പോകാൻ പറ്റില്ലെന്ന് അർത്ഥം. ദ പേഷ്യൻ്റ് ഈസ് ഓഫൺ കമ്പൽ ടു സിറ്റ് അപ്രൈറ്റ്. അപ്പോൾ അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? ആ രോഗി ഇങ്ങനെ നിവർന്ന് കുത്തിയിരിക്കാൻ നിർബന്ധിതനായി തീരുന്നു. വിത്ത് ഗ്രേറ്റ് പ്രഷർ അപ്പോൺ ഹെഡ് ബ്രെയിൻ, അപ്പോൾ തലയിൽ വല്ലാത്തൊരു സമ്മർദ്ദം, തലച്ചോറിൽ വല്ലാത്തൊരു സമ്മർദ്ദം അനുഭവിച്ചിട്ടാണ് ആളിങ്ങനെ ഇരിക്കുന്നത്. കിടന്നാലും പ്രശ്നമാണ്, ചലിച്ചാലും പ്രശ്നമാണ്. കോൾഡ് ആപ്ലിക്കേഷൻ, തലയിൽ തണുപ്പടിച്ചാലും ഈ ഒരു പ്രശ്നമുണ്ട്. തലയിൽ ഈ ത്രോബിങ്, പ്രഷർ ഒക്കെ തണുപ്പടിച്ചാലും ഉണ്ട്. ദ വാം റൂം, വാം സറൗണ്ടിങ്സ്, വാം ഫുഡ്, പുട്ടിങ് ദ ഹാൻഡ്സ് ഇൻ ടു വാം വാട്ടർ വിൽ ഇൻക്രീസ് ദ ഹെഡ് ഏക്ക്. അപ്പോൾ ചൂടിൻ്റെ എല്ലാത്തരം അവസ്ഥാഭേദങ്ങളും, ചൂടുള്ള മുറി, ചൂടുള്ള പരിസരം, ചൂടുള്ള ആഹാരം, കൈകൾ ചൂടുവെള്ളത്തിൽ ആഴ്ത്തി വെക്കൽ, ഇതെല്ലാം തലവേദനയെ വർദ്ധിപ്പിക്കും. ദ കംപ്ലയിൻസ് ഓഫ് ദ ഹെഡ് ലൈക്ക് ദ കംപ്ലയിൻസ് ഓഫ് ദ സ്റ്റൊമക്ക് ആർ വേഴ്സ് ഫ്രം ഹീറ്റ്. വയറിൻ്റെ പ്രശ്നം പോലെ തന്നെ തലയിലെ പ്രശ്നങ്ങളും ചൂട് കൊണ്ട് വർദ്ധിക്കുകയാണ് ചെയ്യുന്നത് ഫോസ്ഫറസിൽ. വാം ആപ്ലിക്കേഷൻസ് ആൻഡ് ഫ്രം വാം ഫുഡ് ആൻഡ് ബെറ്റർ ഫ്രം കോൾഡ് തിങ്സ്. അപ്പോൾ ചൂടുള്ള ആപ്ലിക്കേഷൻസ്, ചൂട് വസ്ത്രം, ചൂട് പിടിക്കൽ, ചൂടുള്ള ആഹാരം, ഇതൊക്കെ കുഴപ്പത്തിലാകും. എന്നാൽ തണുപ്പുള്ള സാധനങ്ങളോട് നല്ലതാണ്.
ബെറ്റർ ഫ്രം കോൾഡ് തിങ്സ്. ഇതിൻ്റെ കൃത്യമായിട്ടുള്ളൊരു ഒരു അവസ്ഥ പിന്നീട് അത് വരുന്നുണ്ട്. ഈ ചൂടും തണുപ്പും എങ്ങനെ ബാധിക്കുന്നു. വൈൽ ദ കംപ്ലയിൻസ് ഓഫ് ദ ബോഡി ആർ ബെറ്റർ ഫ്രം വാംത്ത് ആൻഡ് വേഴ്സ് ഫ്രം കോൾഡ്. അതേസമയം ശരീരത്തിൻ്റെ പ്രശ്നങ്ങൾ ചൂട് കൊണ്ട് മെച്ചപ്പെടുകയും തണുപ്പ് കൊണ്ട് മോശമായി ചെയ്യുന്നു. അപ്പോൾ വയറും മൊഡാലിറ്റിയും ശരീരത്തിൻ്റെ മൊഡാലിറ്റിയും തമ്മിൽ പരസ്പര വിരുദ്ധമായിട്ടാണ് പോണത്. The headaches are most violent and are often attended with hunger or preceded by hunger. Headaches with vomiting, red face and scanty urine, uremic headaches, violent neuralgic pains, darting, tearing, shooting through the head, pressing pains on the head. അപ്പോൾ തലയുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. വല്ലാതെ വയലൻ്റാണ്. വിശപ്പിനോട് ബന്ധപ്പെട്ട് തലവേദന വരുന്നു, അല്ലെങ്കിൽ വിശപ്പിന് മുൻപായിട്ട് പ്രൊസീഡഡ് ബൈ ഹാങ്കർ, വിശപ്പിന് മുൻപായിട്ട് തലവേദന വരുന്നു. തലവേദനയോടൊപ്പം ഛർദിയുണ്ട്, മുഖം ചുവന്നു വരുന്നു, മൂത്രത്തിൻ്റെ അളവ് കുറയുന്നു. യുറേമിക് ഹെഡേക്സ്, വൃക്കയുടെ തകരാറുമായി ബന്ധപ്പെട്ട തലവേദനകൾ. വയലൻറ്റ് ന്യൂറാൾജിക് പെയിൻ, ഡാർട്ടിങ്, ന്യൂറാൾജിക് പെയിൻസ്, നടീസംബന്ധമായ വേദനകൾ വല്ലാതെ ഉണ്ട്. ഇങ്ങനെ കുത്തുന്നത് പോലെ, വലിച്ചു കീറുന്നത് പോലെ, തലയിലൂടെ ഇങ്ങനെ തുളഞ്ഞു കയറുന്നത് പോലെ, തലയിലിങ്ങനെ ഞെക്കിപ്പിഴിയുന്ന പോലെ, അങ്ങനെ എല്ലാ തരത്തിലുള്ള തലവേദനകളും ഉണ്ട്. പീരിയോഡിക്കൽ ഹെഡേക്സ് ബ്രോട്ട് ഫ്രം മെൻ്റൽ എക്സർഷൻ, ഇങ്ങനെ തവണകളായിട്ട് വരുന്ന ഒരു കൃത്യമായ കാലാവധിയിൽ വരുന്ന തലവേദനകൾ, മാനസികമായിട്ടുള്ള അധ്വാനം കൊണ്ട് വരുന്ന തലവേദന. ഗ്രേറ്റ് ഹീറ്റ് ഇൻ ഹെഡ് ആൻഡ് സ്റ്റിഫ്നെസ് ഇൻ ദ മസിൽസ് ഓഫ് ദ ഫേസ് ആൻഡ് ജോസ്, തലയിൽ വല്ലാത്ത ചൂട്, മുഖത്തെയും താടിയിലെയും പേശികളിൽ വല്ലാത്ത ഇങ്ങനെ മുറുകിയൊരവസ്ഥ, ചലിപ്പിക്കാൻ പ്രയാസമുള്ളവസ്ഥ. ദിസ് ഈസ് സംടൈംസ് അറ്റൻഡ് വിത്ത് കോൾനെസ് ഇൻ ദ ബാക്ക് ഓഫ് ദ ഹെഡ്. ഇത് ചില സമയത്ത് ഇത് തലയുടെ പിൻഭാഗത്തുള്ള തണുത്ത അവസ്ഥയുമായിട്ട് ചേർന്ന് വരും. ഷോക്സ് ത്രൂ ദ ബ്രെയിൻ, തലയിലൂടെ ഇങ്ങനെ ഒരു ഷോക്ക്, വല്ലാത്തൊരു ആഘാതം. ദ ഹെഡേക്സ് ആർ വേഴ്സ് ഫ്രം നോയ്സ് ഫ്രം ലൈറ്റ്, ശബ്ദം കൊണ്ട് പ്രകാശം കൊണ്ടൊക്കെ തലവേദന വർദ്ധിക്കുന്നു. അപ്പോപ്ലെറ്റിക് കഞ്ചഷൻ, തലയിൽ നീര് വന്ന് കെട്ടിയാലുണ്ടാകുന്ന പോലുള്ള ഒരു വിങ്ങൽ. ഇറ്റ് ഹസ് ക്യൂർഡ് അക്യൂട്ട് ഹൈഡ്രോസെഫാലസ് ആൻഡ് ഹൈഡ്രോസെഫാലോയിഡ് സിംറ്റംസ്. അപ്പോൾ തല വലുതാകുന്ന പ്രശ്നം, തലയിൽ വെള്ളം കെട്ടി തല വലുതാകുക എന്ന് പറയില്ലേ പണ്ടൊക്കെ, അങ്ങനെയുള്ള അക്യൂട്ട് അവസ്ഥയെ, അതുമായിട്ട് ബന്ധപ്പെട്ട ലക്ഷണങ്ങളെയൊക്കെ ഫോസ്ഫറസ് സുഖപ്പെടുത്തിയിട്ടുണ്ട്. ക്രോണിക് ഇൻഫ്ലമേഷൻ ഓഫ് ദ മെനിഞ്ചസ് ഓഫ് ദ ബ്രെയിൻ, തലച്ചോറിൻ്റെ ആവരണത്തിന് ഇൻഫ്ലമേഷൻ അതിൻ്റെ ക്രോണിക് കണ്ടീഷൻ. സോഫനിങ് ഓഫ് ദ ബ്രെയിൻ, തലച്ചോറ് മൃദുവായ ഒരവസ്ഥ. ഇംബെസിലിറ്റി, ഇൻസാനിറ്റി, അപ്പോൾ തലച്ചോറിൻ്റെ ആ ഒരു മൃദുവായി പോകുന്ന അവസ്ഥയോട് ബന്ധപ്പെട്ടാണ് ഇംബെസിലിറ്റിയും ഇൻസാനിറ്റിയൊക്കെ വരുന്നത്. വയലൻറ്റ് ഹെഡ് പെയിൻസ്, അട്രോഫി ഓഫ് ദ ബ്രെയിൻ, മെഡുല ഒബ്ലോങ്കറ്റ, തലച്ചോറിൻ്റെ ഭാഗമായ മെഡുല ഒബ്ലോങ്കറ്റ ഇവിടെയൊക്കെ അവിടെ ക്ഷയിച്ചു പോകുന്ന, ശോഷിച്ചു പോകുന്നൊരവസ്ഥ, വല്ലാത്ത വേദനകൾ. ദ സ്കാൽപ്പ് ഈസ് കവേർഡ് വിത്ത് ഡാൻഡ്രഫ്, തലയുടെ പുറത്ത്, തലയോട്ടിലാണെങ്കിലോ നിറയെ താരൻ. ദ ഹെയർ ഫാൾസ് ഔട്ട് ഇൻ പാച്ചസ്, ഒറ്റപ്പെട്ട ഭാഗങ്ങളിൽ നിന്നും ഓരോരോ ഭാഗങ്ങളിൽ നിന്നും മുടി പൊഴിഞ്ഞു പോകുന്നു. ലിവിങ് ബോൾ പ്ലേസസ് ഹിയർ ആൻഡ്, അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ മുടി പോയിട്ട് കഷണ്ടി വരുന്നു. മൊത്തത്തിൽ കഷണ്ടി വന്നാലൊരു രസമുണ്ട്. ഇത് അവിടെ എവിടെയായിട്ട് പോയി കഴിഞ്ഞാലൊരു വിരൂപാവസ്ഥ വരും. ഗ്രേറ്റ് ഹീറ്റ് ഇൻ ദ സ്കാൽപ്പ്, ടെൻഷൻ ഇൻ ദ സ്കാൽപ്പ് ആൻഡ് ഫേസ് ആൻഡ് ഫോർഗറ്റ് ആസ് ഇഫ് ബൗണ്ട് ബൈ എ ബാൻഡേജ്. അപ്പോൾ തലയ്ക്ക് ചുറ്റും ഒരു ബാൻഡേജ് കെട്ടിയാകുന്നത് പോലെ തലയോട്ടിൽ വല്ലാത്ത ചൂട്, വലിവ്, മുഖത്തും തലച്ചോറ് നെറ്റിയിലും തലയിലൊക്കെ വലിവ്, ഒരു ബാൻഡേജ് വലിച്ചു കെട്ടിയാകുന്ന പോലെ. സ്കെയിലി ഇറപ്ഷൻസ് ഓൺ ദ ബാൾ പ്ലേസ് ഓഫ് ദ ഹെഡ്, തലയിൽ ഈ മുടി ഒഴിഞ്ഞു പോയി ഉണ്ടാകുന്ന ആ ഒരു കഷ്ണിയുടെ പാച്ചസിൽ ഇറപ്ഷൻസ് വരുന്നു, പരുക്കൾ വരുന്നു, കുരുക്കൾ വരുന്നു. എക്സോസ്റ്റോസിസ് ഓൺ ദ സ്കൾ, തലയോട്ടിയിൽ അസ്ഥിയിൽ മുഴകൾ വരുന്നു. ദ കംപ്ലയിൻസ് ഓഫ് ദ ഹെഡ് ആർ ബ്രോട്ട് ഓൺ ഫ്രം ബിക്കമിങ് ഓവർ ഹീറ്റഡ്, വല്ലാതെ ചൂടാകുന്നതുകൊണ്ട് തലയുടെ പ്രശ്നങ്ങൾ പുറത്തു വരും. സെൻസേഷൻ ആസ് ഇഫ് ദ ഹെയർ വെയർ പുൾഡ്, മുടി ഇങ്ങനെ പുറത്തേക്ക് വലിച്ചാലെന്ന പോലെയുള്ളൊരു തോന്നൽ. ഗേറ്റ് സോർനെസ് ഓഫ് ദ സ്കാൽപ്പ്, തലയോടിൽ വല്ലാത്ത വേദന.
മസ്റ്റ് ലെറ്റ് ദ ഹെയർ ഹാങ് ഡൗൺ ഡ്യൂറിങ് ഹെഡ് ഏക്ക്. തലവേദന വരുമ്പോൾ സ്ത്രീകൾക്ക് മുടി കെട്ടിവെക്കാൻ പറ്റില്ല, മുടി ഇങ്ങനെ ഞാന്ന് കിടക്കണം. അപ്പോൾ തലയോടുമായിട്ട് ബന്ധപ്പെട്ട്, തലച്ചോറോടെ ബന്ധപ്പെട്ട്, മുടിയുമായിട്ട് ബന്ധപ്പെട്ട് പോലുമുള്ള ധാരാളം പ്രശ്നങ്ങൾ ഫോസ്ഫറസിലുണ്ട്. അപ്പോൾ ഇത്തരം അവസ്ഥകൾ വരുന്ന രോഗികളെ ജനറൽ സിംറ്റം കണ്ടീഷൻ എഗ്രി ചെയ്യുകയാണെങ്കിൽ ഫോസ്ഫറസ് സുഖപ്പെടുത്തും. ഫോസ്ഫറസിനെ കുറിച്ചുള്ള ഇനിയും വളരെ പ്രധാനപ്പെട്ട നിരവധി കാര്യങ്ങൾ തുറന്നു പറയുന്നുണ്ട്. അടുത്ത എപ്പിസോഡിൽ നമുക്ക് കേൾക്കാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്.